കല്ലുമ്മക്കായ റോസ്റ്റാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കല്ലുമ്മക്കായ റോസ്റ്റ് ചെയ്ത് കാണാം. ഓക്കെ, ഇത് കല്ലുമ്മക്കായ ഞാൻ വാങ്ങിയതാണ്, ഏട്ടനെ കൊണ്ടുപോകാൻ വേണ്ടി വാങ്ങിയതാണ്. നന്നായി കഴുകി വൃത്തിയാക്കണം. എന്നിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ഇത് വേവിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ അറ എടുക്കുകയാണ് ചെയ്യുക. അപ്പോഴും ഞാൻ നന്നായി കഴുകിയ ശേഷം ആവി ഏറ്റാൻ വെച്ചിട്ടുണ്ട്. ഇനി അത് വെന്ത് 2 പാളികളായിട്ട് പൊളന്ന് വരും. അപ്പോഴും നമുക്കെടുക്കാം. അങ്ങനെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. എടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലെ ഇറച്ചി മാത്രം സെപ്പറേറ്റ് ആക്കി എടുക്കുകയാണ്. ഇത് അത്യാവശ്യം വലിയ ഇറച്ചിയാണ് ഇതിലുള്ളത്. ഇത് വലിയ കല്ലുമ്മക്കായ, ഇതാണ് ഒറിജിനൽ കല്ലുമ്മക്കായ എന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇതാണ് അതിൻ്റെ വേസ്റ്റ്. ആ വേസ്റ്റ് നമ്മൾ കളയണം. ആ വേസ്റ്റ് കളഞ്ഞില്ലെങ്കിൽ നമുക്ക് വയറിളക്കം, ഛർദി അങ്ങനെയൊക്കെ വരാൻ സാധ്യത ഉണ്ട്. അപ്പോഴത് കാരണം അത് കളഞ്ഞ ശേഷമാണ് ഇത് ചെയ്യേണ്ടത്. കണ്ടില്ലേ, ഇത്ര ഭാഗം നമ്മൾ കളയേണ്ടി വരും. ഇനി നമുക്ക് ഇറച്ചി ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെ കഴുകി വൃത്തിയാക്കണം. നന്നായി കഴുകി വൃത്തിയാക്കുക. ഒരുപാട് വെള്ളത്തിൽ കഴുകണം, കാരണം അതിലുള്ള അഴുക്കും പൊടികളും എല്ലാം പോകണം. അല്ലെങ്കിൽ നമ്മൾ വയ്ക്കുമ്പോഴത്തേക്കും മണ്ണ് ചവയ്ക്കും, ചേറിൻ്റെ ആ ഒരു ഇത് ചവയ്ക്കും. അത് കാരണം അത്യാവശ്യം നന്നായി കഴുകി വൃത്തിയാക്കണം. കഴുകി വെച്ച ഇറച്ചിയിലോട്ട് ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും വിതറി മിക്സ് ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ തുടക്കത്തെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ പെട്ടെന്ന് ഓർത്തിട്ടാണ് വീണ്ടും ഈ വീഡിയോ എടുക്കുന്നത്. ചൂടായ പാനിലേക്ക് എണ്ണ വീഴ്ത്തിയിട്ട് സവാള, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്ത ശേഷം ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വഴണ്ട് വരുമ്പോഴത്തേക്ക് ഇത് നമുക്ക് ആവശ്യമായ മുളകും പിന്നെ വലിയ ജീരകവും കൂടി ഇട്ട് വഴറ്റി നന്നായിട്ട് ഈ കളറാവണം. നന്നായിട്ട് ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്ക് ഞങ്ങൾ ആവശ്യത്തിനുള്ള തേങ്ങ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് തേങ്ങയും ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതും നല്ല ബ്രൗൺ കളറായി വരണം. അപ്പോഴും നന്നായിട്ട് മിക്സ് ചെയ്യണം, അടി പിടിക്കാണ്ട് നോക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കല്ലുമ്മക്കായ ഇട്ട് കൊടുക്കാം. അത് ഇത്രയുണ്ട്. കല്ലുമ്മക്കായ ഞാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കല്ലുമ്മക്കായ ഇട്ട് കഴിഞ്ഞ് ഇനി മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അടി പിടിക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നല്ല വഴണ്ട് വരണുണ്ട്. ഇത് ഇറച്ചി വലുതായതാണ്, കുറച്ച് അധികം നേരം നമ്മൾ നിൽക്കേണ്ടി വരും. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഇത് കട്ട് ചെയ്തിട്ടിടാം. ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇട്ടിട്ട് ചെയ്താലും മതി. ഇങ്ങനെ പോയാൽ വേഗം ആവാത്തത് കാരണം ഞാനാണെങ്കിൽ എടുത്ത് തണുപ്പിച്ചതിന് ശേഷം ഇതിനെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കട്ട് ചെയ്തതിന് ശേഷമാണ് രണ്ടാമത് ഞാൻ ഇത് വറുക്കണത്. കണ്ടോ, ഇപ്പം കട്ട് ചെയ്തിട്ടുള്ളതാണ് നിങ്ങൾ കാണുന്നത്. കട്ട് ചെയ്തപ്പം കുറച്ച് വേഗം ആവുന്നുണ്ട്, ചെറിയ പീസുകളായപ്പോൾ.
ഇത് ഏട്ടന് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. ഗൾഫിലോട്ട് കൊടുത്തേക്കാൻ വേണ്ടിയാണ്. അവിടെ എല്ലാവരും കല്ലുമ്മക്കായ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്തെടുക്കുന്നത്. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ലൈക്കും കമൻറ്റും ഷെയറും തരാം. അപ്പോൾ ഞാൻ ഇത് ഇനി പൊതിഞ്ഞ് ഏട്ടന് കൊടുത്തേക്കാൻ പോവാണ്. കാണാൻ നല്ല ലുക്ക്.